നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയുണ്ടായതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി CPI നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ. കേരളത്തിൽ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് അസംതൃപ്തിയുണ്ട്. സംസ്ഥാനത്ത് BJP തള്ളിക്കളയാൻ പറ്റാത്ത രാഷ്ട്രീയ ശക്തിയായി വളർന്നു എന്നും സി ദിവാകരൻ പറഞ്ഞു. ഇതിൻ്റെ അപകടം ഇടതുപക്ഷം ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റി പ്രതികരിക്കവെയാണ് സി ദിവാകരൻ്റെ രൂക്ഷ വിമർശനം. പെൻഷൻ, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാത്തത്, സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എല്ലാം തിരിച്ചടിയായെന്നും ദിവാകരൻ പറഞ്ഞു. പെൻഷൻ കൊടുത്തതും സർക്കാർ ജീവനക്കാരുടെ പ്രശ്നം പരിഹരിച്ചതും വൈകി. സർക്കാരിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ആ പ്രതീക്ഷ നഷ്ടമായി. LDF സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊടി തട്ടിപ്പോവുകയല്ല വേണ്ടത്. തിരുവനന്തപുരത്ത് LDF വോട്ടിൽ വലിയ കുറവുണ്ടായത് എന്തെന്ന് പരിശോധിക്കണം. LDF കണക്കുകൂട്ടലും പ്രതീക്ഷയുമെല്ലാം അസ്ഥാനത്താക്കിയ ജനവിധിയാണ് ഇത്തവണയുണ്ടായത്. വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ, ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. BJP വിരുദ്ധ തരംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. നേട്ടമുണ്ടായത് UDF-നായിരുന്നു എന്നും സി ദിവാകരൻ പറഞ്ഞു. തൃശ്ശൂരിൽ BJP ജയിച്ചത് ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. സുരേഷ് ഗോപിയുടെ ജയം BJP വോട്ടുകൾ കൊണ്ട് മാത്രമല്ല, വ്യക്തിബന്ധങ്ങൾ കൊണ്ടുകൂടി ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്ത് BJP ശക്തമായ മുന്നേറ്റം നടത്തിയെന്നും സി ദിവാകരൻ അഭിപ്രായപ്പെട്ടു. പലപ്പോഴും സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കെതിരെയും സർക്കാർ പ്രവർത്തനങ്ങൾക്കെതിരെയും സർക്കാരിൻ്റെ ഭാഗമായ പാർട്ടിയുടെ നേതാവായി സി ദിവാകരൻ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊന്നും കാര്യമായിട്ട് സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ എടുക്കാറില്ല എന്നതാണ് മറ്റൊരു കാര്യം. രാഷ്ട്രീയമായി ഒരു ചേരിയിൽ നിന്നുകൊണ്ട് ആ ചേരിയെ വിമർശിച്ച് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഏതൊരു മുന്നണിയും ഏതൊരു കക്ഷിയും ചെയ്യേണ്ടത്. സി ദിവാകരനെ പോലെ ഇത്രയും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി അത് വിശദമായി പരിശോധിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും പാർട്ടികളുമൊക്കെ തന്നെ ചെയ്യേണ്ടത്. സി ദിവാകരൻ പറഞ്ഞത് സത്യമാണ്, അതിൽ യാഥാർത്ഥ്യമുണ്ട്, അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു മറുപടിയാണ് സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നുമൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെ കരിങ്കാലിയാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മൂലക്കിരുത്താനും അദ്ദേഹത്തെ പാർട്ടിയിലോ അല്ലെങ്കിൽ മുന്നണിയിലോ സജീവമായി ഇടപെടുത്താതിരിക്കാനുമുള്ള ശ്രമങ്ങളായിരിക്കും ഒരു വേള നടക്കുന്നത്. കൃത്യമായ ഒരു വിശകലനത്തിൻ്റെ ഒരു ഭാഷയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ചും BJPയുടെ കടന്നുവരവ് വലിയ ഒരു അപകടമായിട്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് സി ദിവാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഒരു ചെറിയ കാര്യമല്ല. ഒരു ലോക്സഭ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ BJP ഇവിടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. BJPയുടെ ഒരു MP താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്നു എന്നത് നടാടെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് അതീവ ഗൗരവത്തോടെ കാണണം. മാത്രമല്ല, വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. CPIയുടെ വോട്ടുകൾ ചോർന്നു, CPMൻ്റെ വോട്ടുകൾ ചോർന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന് ശക്തമായ തിരിച്ചടി ഉണ്ടായത് അതുകൊണ്ട് കൂടിയാണ് എന്നാണ് സി ദിവാകരൻ വിലയിരുത്തുന്നത്. ഒപ്പം ക്രോസ് വോട്ടിങ്ങിനെക്കുറിച്ചും വോട്ടുകൾ നഷ്ടമായത് UDF-ന് ലഭിച്ചതിനെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം വിശദമായി പറയുന്നു. ഇനി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ നടപടിയായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചിന്താഗതിയായിട്ടോ വിലയിരുത്താൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തോൽവിയുണ്ടാകും, അത് പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട്, ഇത്തരം നേതാക്കളുടെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തിരുത്തൽ നടപടികളിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം CPI-യും ഒക്കെ ശ്രമിക്കേണ്ടത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്ന ഒരു നിരീക്ഷണം.